പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമങ്ങളുണ്ട്. അത് പത്രങ്ങളായിക്കോട്ടെ, ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, മറ്റു മീഡിയകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചർച്ച ചെയ്യാനോ അതിനൊരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ അത് എങ്ങനെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഇത് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്നുണ്ട്, ഇതിവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്, പരിഹാരം കണ്ടേ പറ്റൂ എന്നൊരു രൂപത്തിലുള്ള അധികാരികളിലേക്ക് എത്തുന്ന രൂപത്തിൽ ചർച്ച ചെയ്യാനോ ഒന്നും ഒരു മാധ്യമങ്ങൾക്കും താല്പര്യമില്ല. എല്ലാവർക്കും, എല്ലാ ചാനലുകൾക്കും കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായൊരു ആശയമുണ്ട്. ആ ആശയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ന്യൂസുകളും മാത്രം. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ പറഞ്ഞു എല്ലാ ദിവസവും പത്രം വായിക്കണം, പത്രം വായിച്ചാൽ ലോകവിവരം കിട്ടും എന്നൊക്കെ. അതൊക്കെ വെറും പച്ച കളവായിരുന്നാ പറഞ്ഞിരുന്നത്. വായിക്കാൻ പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അത് മതിയായിരുന്നു. ഈ പത്രം വായിച്ചത് കൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല, പത്രം വായിക്കാതിരിക്കലാണ് ഒരു കണക്കിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയകൾ വന്ന സമയത്താണ് കുറേയൊക്കെ മനസ്സിലായത് എല്ലാവരും അവരുടെ ഭാഗം നന്നാക്കി എഴുതുന്നു. എല്ലാ പത്രക്കാർക്കും, എല്ലാ ചാനലുകൾക്കും കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, എല്ലാത്തിനുണ്ട്. നിഷ്പക്ഷമായി നിന്നുകൊണ്ട് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു മാധ്യമങ്ങളും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ മലബാറിലെ +1 സീറ്റ് സംബന്ധമായ വിഷയം. എല്ലാ വർഷവും ഇതൊരു പ്രശ്നമാണ് ഇവിടെ. ഈ സമയം വരുന്ന സമയത്ത്, ഈ ഒരു സമയത്തുണ്ടാകുന്നൊരു പ്രശ്നം. മന്ത്രി പറയുന്നു ആകെ 14,000-ഓളം വരുന്ന സീറ്റുകൾക്കേ പ്രശ്നമുള്ളൂ, അതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറയുന്നു. മന്ത്രിയോട് ചോദിക്കാനുള്ളത് 14,000 സീറ്റിന്റെ പ്രശ്നം നിങ്ങൾക്കൊരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ എത്ര സീറ്റിന്റെ കുറവ് വന്നാലാണ് പ്രശ്നം ഗുരുതരമാകുന്നത്? ആ എണ്ണം പറ. 50,000, 60,000, 1,00,000, 1,50,000, എത്രയാണ് അതിന്റെ കണക്ക് പറയും. 14,000 നിങ്ങൾക്കൊരു വിഷയമല്ല. ഇനി 14,000 ഒരു വിഷയമല്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കതൊരു വിഷയമല്ല, നമുക്കത് സുഗമമായിട്ട് നമുക്ക് പരിഹരിക്കാമെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണാം. എല്ലാ വർഷവും ഇത് തന്നെയാണ്. എന്നിട്ട് അത് മുതലെടുത്തുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അതെങ്ങനെ വോട്ടാക്കാം എന്ന് നോക്കുന്നു, അതിനുവേണ്ടി നിരത്തിലിറങ്ങാൻ ശ്രമിക്കുന്നു, വെറുതെ കുറേ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു. പിറ്റത്തെ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. ഈ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ചാണ്. ഇത് ചർച്ച ചെയ്യാനോ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അതിനൊരു ഡിബേറ്റ് നടത്താനോ ഒന്നും ആർക്കും താല്പര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷേ ഇത് അവരുടെ രാഷ്ട്രീയത്തിൽ പെട്ടതല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇത് അവർക്ക് ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകൂല, അതുകൊണ്ടായിരിക്കാം ചർച്ച ചെയ്യാതിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം 24 എന്ന് പറയുന്ന ചാനൽ, പേരെടുത്ത് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പ് 24-ൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു. ജനകീയ കോടതി എന്ന പേര്, ഭയങ്കര സെറ്റപ്പിൽ ഒരു കോടതിയുടെ ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കി. അവിടെ രണ്ട് ഭാഗത്തും മുഖാമുഖം ഒരു പ്രത്യേക പ്രതിക്കൂട്ടിൽ 2 പേരെ നിർത്തുന്നു. ഒരു ജഡ്ജിയെ അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെക്കുന്നു. എന്നിട്ട് 2ൻ്റെയും നടുക്കൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, മെരൂന പിടിച്ച് കൂട്ടിലിട്ട പോലെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓടി നടക്കുന്നു. അവിടെ അത് ചോദിക്കുന്നു, ഇവിടെ ഭയങ്കര ചർച്ച. ഈ 24 എന്ന് പറയുന്ന ചാനല് ഈ ചർച്ച നടത്തി. ഇവരൊക്കെ ഏത് വിഷയം വരുന്ന സമയത്തും, എന്തെങ്കിലും ഒരു ആനുകാലികമായ വിഷയം കേരളത്തിൽ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ മതപരമായ വിഷയമാണെങ്കിൽ ഏതെങ്കിലും മതസംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവർ ചർച്ച നടത്തുന്നത്. എന്നിട്ട് ഇവർ ചർച്ച നടത്തിയിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത ശേഷം ആണ് ഇവരത് അപ്ലോഡ് ചെയ്യുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇവരത് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഭാഗം തോറ്റു എന്ന് നമുക്ക് തോന്നുമ്പോൾ സത്യത്തിൽ അവിടെ തോറ്റത് മറ്റാളായിരിക്കും.
ഈ രൂപത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന, ഇത് കാണുന്ന പൊതുജനങ്ങളെ കഴുതകളാക്കുന്ന രൂപത്തിലുള്ള ചർച്ച, ജനകീയ കോടതി, പല ചർച്ചകളും അവരിതുവരെ പുറം ലോകത്ത് വിട്ടിട്ടില്ല, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെയും ഒരുപാട് ചർച്ചകളുണ്ട്. കാരണം അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചാനലിന് ഒരു ആശയമുണ്ട്, ഒരു അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്ന തരത്തിലേക്കാണ് ചർച്ചയുടെ പോക്ക്. പക്ഷെ ഈ മോഡറേറ്റർ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഈ ആശയത്തെ, ഈ ചർച്ചയെ എങ്ങനെയെങ്കിലും അവരുടെ ആശയത്തിലേക്ക് വഴിതിരിച്ചു വിടാനാണ് മോഡറേറ്റർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോക്ക് വേറൊരു വഴിയിലൂടെ, അദ്ദേഹം മോഡറേറ്റർ പറയുന്ന രൂപത്തിലൂടെ തന്നെ ചർച്ച പോകണമെന്നില്ലല്ലോ. ബുദ്ധിയുള്ള ആളുകളാണ് ഒരു ഭാഗത്ത് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്യുന്നു. പല ചർച്ചകളും അവർ പുറത്ത് വിടുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇതുപോലെയുള്ള ഏതൊരു സംവാദങ്ങൾക്ക് പോകുന്ന സമയത്തും നമ്മൾ വിളിക്കുന്ന സമയത്ത്, ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഞങ്ങൾ വരാം, പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒറ്റ ഡിമാൻഡ് മാത്രം വെക്കുക. നിങ്ങൾ പറയപ്പെട്ട ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. വരുന്ന സമയത്ത് ഞങ്ങളും ക്യാമറയും ക്യാമറാമാൻമാരും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അവിടെ നടക്കുന്ന സംവാദം ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളും കവർ ചെയ്യും. എന്തുകൊണ്ടാ? നിങ്ങളെ വിശ്വാസമല്ല. ഞങ്ങൾ ചർച്ച നടത്തി, നിങ്ങളത് പുറം ലോകത്തേക്ക് വിടുന്നത് പല രൂപത്തിലാണ്. ഞങ്ങൾക്ക് അതിൽ ഉറപ്പില്ല. നിങ്ങൾ എങ്ങനെയാണത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളും ക്യാമറയും അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ആളുകളെയും നമ്മളും കൂടെ പോവുക, നമ്മളും അതൊക്കെ കൊണ്ടുപോവുക, അവിടെ നടക്കുന്ന മുഴുവൻ കവർ ചെയ്യാം. ഇതേ ഉള്ളൂ ഇതിന് പരിഹാരം. ഈ രൂപത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും സ്വന്തം മകനോ മകളോ ചെറിയ മക്കളോ ആരെയും മരിച്ചു കിടന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് വരെ ഓടി ചെന്നുകൊണ്ട് ആ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ അമ്മയുടെ ഒക്കെ വായിലേക്ക് കുത്തിത്തിരികിയിട്ട് എങ്ങനെയുണ്ട്, എന്താണ് സംഭവിച്ചത്, ഈ രൂപത്തിൽ അതൊന്ന് ആ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ അടക്കം കഴിയാൻ പോലും ക്ഷമയില്ലാത്ത നാറിയ മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ. അത്രക്കും നാറിയ മാധ്യമ പ്രവർത്തനം. ആരാണ് ഇവർക്ക് ഇത്രയും വലിയ ലൈസൻസ് കൊടുത്തത്? കേരളത്തിൽ എല്ലായിടത്തേക്കും ഇടിച്ചു കയറി ചെല്ലുന്നു, മുഴുവൻ സംഗതികളും വിഷ്വലെടുക്കുന്നു. ഇവരെ നിയന്ത്രിക്കാൻ കേരളത്തിൽ ആർക്കും കഴിയുന്നില്ല. ഈ രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം പക്കാ മോശമായി കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ആളുകളെ വെറുപ്പിക്കുന്നതിലും ഉപരി ഒരു നാറിയ പ്രവർത്തനം, മാധ്യമ പ്രവർത്തനം എന്നതിനെ മാറ്റിയിട്ട് ഒരു നാറിയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അല്ലാതെ അതിനൊരു പേര് വ്യക്തിപരമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ആ രൂപത്തിലേക്ക് അത്രയും മാറിയിട്ടുണ്ട്. സാധാരണക്കാരുടെ വിഷയത്തിലൊന്നും ഇടപെടാൻ ഇവർക്ക് സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. പിന്നെ എന്തിനാ മാധ്യമ പ്രവർത്തനം? ഒരുപാട് ഇവിടുത്തെ കുത്തക മുതലാളിമാരെ സന്തോഷിപ്പിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും അഴിമതിയും കൊള്ളയും നടത്തി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ കാൽ കീഴിലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ പരസ്യ കമ്പനികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കുത്തക മുതലാളിമാരെ സുഖിപ്പിക്കാൻ കുറച്ച് മാധ്യമ പ്രവർത്തകർ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ്, അവരുടെ പ്രൊമോഷൻ കിട്ടുന്ന കാശ്, അവരുടെ പരസ്യം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ, അവരെന്ത് ചെയ്താലും ഇവരതിനെതിരെ ഒരു ന്യൂസും ഇവരുടെ ചാനലിൽ കൊടുക്കൂല. ഈ രൂപത്തിലേക്ക് ഒരു നാറിയ മാധ്യമ പ്രവർത്തനമായി കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.